ഈ റെഡോക്സ് റിയാക്ഷനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ബാലൻസിങ് ഇക്വേഷൻ യൂസിങ് എന്താണ് റെഡോക്സ് കോൺസെപ്റ്റ്, അതായത് ഹാഫ് റിയാക്ഷൻ മെത്തേഡും ഓക്സിഡേഷൻ മെത്തേഡും എന്ന് പറഞ്ഞ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ രണ്ട് മെത്തേഡുണ്ട്. ആ രണ്ട് മെത്തേഡ് വഴി നമുക്ക് ഒരു റിയാക്ഷനെ ബാലൻസ് ചെയ്യാന്നുള്ളത് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് 3 മാർക്കിന് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ അതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ഇതിനകത്തുനിന്ന് 1 മാർക്കിനും MCQ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ വീഡിയോ ഓൺ ആക്കുന്നില്ല, കാരണം നെറ്റിനൊരു ബുദ്ധിമുട്ടുണ്ട് മഴയായതുകൊണ്ട്. അപ്പോൾ നോക്കിക്കോളൂ. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓക്സിഡേഷനെ പറ്റി മനസ്സിലാക്കേണ്ടത് ഒന്നെന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഇതൊക്കെ പെട്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ എഴുതിയെടുത്തോണേ പെട്ടെന്നേ, കാരണം ഞാനിത് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി പെർട്ടിക്കുലർലി ഈ മറ്റന്നാൾ ആർക്കണ്ടൊക്കെ എക്സാം ഉണ്ടല്ലോ, അപ്പം അവർക്ക് എല്ലാവർക്കും വേണ്ടി എന്താണ് ആവശ്യമുള്ള സാധനം മാത്രം എടുത്ത് എഴുതുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ നോട്ട് കംപ്ലീറ്റ് നോട്ടാണ് ഇരിക്കുന്നത്, ഇത് മാത്രം പഠിച്ചാൽ മതി. ഓക്സിഡേഷൻ നമ്പർ ഓഫ് all elements in free state or uncombined state എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 ആയിരിക്കും. 0 അതായത് നമുക്കറിയാലോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിൽ വരുന്ന ഓരോ ആറ്റങ്ങളുടെയോ അല്ലെങ്കിൽ മോളിക്യൂൾസിനകത്തുള്ള ഇൻഡിവിജ്വൽ ആറ്റങ്ങളുടെ മുകളിൽ വരുന്ന ചാർജിനെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുക, ഇല്ലേ? അത് എലമെൻ്റൽ ഫോമിലുള്ളതാണെങ്കിൽ, ഫ്രീ സ്റ്റേറ്റിലുള്ളതാണെങ്കിൽ അതിൻ്റെ എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിരിക്കും എന്നുള്ളതാണ് ആദ്യത്തെ ഈ ഓക്സിഡേഷൻ നമ്പറിനെ പറ്റി അല്ലെങ്കിൽ ഓക്സിഡേഷൻ കോൺസെപ്റ്റിനെ പറ്റിയുള്ള ആദ്യത്തെ ഒരു സെൻറ്റൻസ് അതാണ്. അതുപോലെ തന്നെ ഫോർ സിമ്പിൾ ions the oxidation number is equal to charge on the ion. അതായത് സിമ്പിൾ അയോൺസ് ആണെങ്കിൽ, സിമ്പിൾ അയോൺസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ Mg2+ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അയോണിൻ്റെ ചാർജ് തന്നെയാണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ, അല്ലേ? 2+ തന്നെയാണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. Ca2+, Na+, ഇതെല്ലാം അതിന് എക്സാമ്പിളാണ്. സിമ്പിൾ അയോൺസിൻ്റെ ചാർജ് തന്നെയായിരിക്കും അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത് അതിൻ്റെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ all alkali metal have oxidation number of +1. ആൽക്കലി മെറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് ഗ്രൂപ്പ് മെറ്റലാണ്. ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +1 ആണ്. രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +2 ആയിരിക്കും. അതായത് രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആയിരിക്കാം മഗ്നീഷ്യം, അതിൻ്റെ താഴെയുള്ള എന്താണ് കാൽസ്യം, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഈ രണ്ടാമത്തെ ഗ്രൂപ്പ്. അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ടും സ്റ്റേബിൾ ആകാൻ വേണ്ടി 2 ഇലക്ട്രോൺസിനെ അവർ കൊടുക്കുന്നതുകൊണ്ടും അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? +2 ആകുന്നു. ഇനി അലൂമിനിയത്തിൻ്റെ സ്പെഷ്യലായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അലൂമിനിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. കാരണം നമുക്കറിയാം 283 ആയതുകൊണ്ട് 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവിടെ 3+ ചാർജ് ഉണ്ടാകും. അത് തന്നെയായിരിക്കും അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഇത് പറഞ്ഞ് വഷളാക്കുന്നില്ല. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പുതിയ അറിവുള്ള കാര്യമായിരിക്കും. അതായത് ദ കോമൺ ഓക്സിഡേഷൻ, ഇത് പഠിച്ചോണം കേട്ടോ, ഇത് 1 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, എഴുതി വേണം എടുത്തോണം. ദി കോമൺ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഈസ് -2. നമുക്കറിയാം ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ 8, 16 ആയതുകൊണ്ട് അതിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 8 എണ്ണം ഉണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 6 ആണ്. അതിനർത്ഥം 2 ഇലക്ട്രോണിനെ വാങ്ങിയാലേ സ്റ്റേബിൾ ആകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാലൻസി 2 ആണ്, അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 2- ആണ്. ഇങ്ങനെയാണ് എഴുതുന്നത്. എന്നാൽ എല്ലാ കോമ്പൗണ്ടിലും ഓക്സിജൻ -2 അല്ല ഫോം ചെയ്യുന്നത്. ഓക്സിജൻ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന കോമ്പൗണ്ടുകളുണ്ട്. +1 കാണിക്കുന്നതും +2 കാണിക്കുന്നതും ഇനി -1 കാണിക്കുന്നതും -½ കാണിക്കുന്ന കോമ്പൗണ്ടുകളുണ്ട്. അതൊക്കെയാണ് പഠിച്ചു വെക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഓർത്തോണം. ബട്ട് ഇൻ
പെറോക്സൈഡ്. പെറോക്സൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം H2O2 പെറോക്സൈഡ് ഇല്ലേ. അതുപോലെ തന്നെ Na2O2 ഇതിലൊക്കെ എന്തായിരിക്കും എന്നറിയാമോ? ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര ആയിരിക്കും എന്നറിയാമോ? -1 ആയിരിക്കും. ഓർത്തിരുന്നോണം, MCQ ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനിയും അടുത്തൊരു വേരിയേഷൻ എന്ന് പറയുമ്പം സൂപ്പർ ഓക്സൈഡ് എന്ന് പറയും. സൂപ്പർ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം പഠിച്ചു വെച്ചോണം. KO2 അതുപോലെ തന്നെ RbO2 ആണ്. ഈ K എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം ഒക്കെ എവിടെയാണ്? പൊട്ടാസ്യം ഒക്കെ ഫസ്റ്റ് ഗ്രൂപ്പ് ഓക്സൈഡ്സ് എല്ലാം സൂപ്പർ ഓക്സൈഡ്സ് ആയിരിക്കും. ഫസ്റ്റ് ഗ്രൂപ്പിൽ പെടുന്ന ഓക്സൈഡുകളെല്ലാം സൂപ്പർ ഓക്സൈഡുകളായിരിക്കും. അവരുടെ കേസിൽ ഓക്സിജൻ്റെ വാലൻസി -12 ആയിരിക്കും. ഓർത്ത് വെച്ചോണം, ഇതൊക്കെ കാണാൻ പഠിച്ചോണം. -12 ആയിരിക്കും. ഇനി ഓക്സിജൻ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന കോമ്പൗണ്ടുകളുണ്ട്. ഒരു ഉദാഹരണം പറയാം. അതായത് ഇൻ ഓക്സിജൻ ഡൈഫ്ലൂറൈഡ്. ഓക്സിജൻ ഡൈഫ്ലൂറൈഡിൽ അതായത് OF2 എന്ന് പറയും. നോക്കിയേ, ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും +2 ആണ്. കാരണം എന്താണെന്നറിയോ? ഇവിടെ ഓക്സിജനെക്കാട്ടിലും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ആളാണ് ഫ്ലൂറിൻ. അപ്പോൾ ഓക്സിജൻ ഇലക്ട്രോൺ മേടിക്കുന്നതിനെക്കാട്ടിലും നല്ല ഒരു അഫിനിറ്റിയോടെ ഫ്ലൂറിൻ അത് മേടിക്കും. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ ഫ്ലൂറിനായിരിക്കും നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ വരിക. ഇതിനകത്ത് ഓക്സിജൻ ആയിരിക്കും പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ OF2-നകത്ത് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. അതുപോലെ തന്നെ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈ ഓക്സിജൻ ഫ്ലൂറൈഡ് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? O2F2 എന്ന് പറയും. ഇത് പഠിച്ചു വെച്ചോണം. അതിനകത്ത് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയും ഫ്ലൂറിനാണ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ്. അപ്പോൾ ഓക്സിജൻ ഇലക്ട്രോണിനെ വാങ്ങുന്നതിനെക്കാട്ടിലും നല്ല സ്പീഡിൽ നമ്മുടെ ഫ്ലൂറിൻ ഓക്സിജൻ വാങ്ങിക്കുകയും ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് ഇത്രയും പഠിച്ചു വെച്ചോണം. അടുത്തത് 5ാമത്തെ കോൺസെപ്റ്റ് എന്താണെന്നറിയാമോ? 5ാമത്തെ കോൺസെപ്റ്റ് നമ്മുടെ ഹൈഡ്രജൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ പറ്റിയാണ് പറയുന്നത്. നോക്കിക്കോളൂ, ഹൈഡ്രജൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, ഹൈഡ്രജൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയാം. ഹൈഡ്രജൻ എപ്പോഴും +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആളാണ് അല്ലേ. എന്നാൽ ഹൈഡ്രജന് മൈനസ് ഓക്സിഡേഷൻ സ്റ്റേറ്റും ഉണ്ട്. അതായത് ദ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് +1 ആകുന്നു. അങ്ങനെയാണെങ്കിൽ ചില മെറ്റൽ ഹൈഡ്രൈഡ്സിൽ അത് ഇറ്റ് ഷോസ് -1 ആണ്. ഉദാഹരണം പറയാം, സോഡിയം ഹൈഡ്രൈഡ് NaHനകത്ത് Na-ക്കാണ് പോസിറ്റീവ് വാലൻസി, ഇവിടെ ഹൈഡ്രജൻ -1 ആണ്. അതുകൊണ്ടാണ് NaH വന്നത്. അപ്പം എന്താണ് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമല്ല ഹൈഡ്രജൻ കാണിക്കുന്നത്, നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കാറുണ്ട്. അത് ഏതിലാണ്? മെറ്റൽ ഹൈഡ്രൈഡിലാണ്. ഓർത്ത് വെച്ചോണം. NaH, അതുപോലെ ഫസ്റ്റ് ഗ്രൂപ്പ് വരുന്ന KH പോലെയുള്ള ഈ കേസിലൊക്കെ 1 ആണ് കാണിക്കുന്നത്. ഇനിയും അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ാമത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോമൺ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹാലജൻ എന്ന് പറയുന്നത് -1 ആയിരിക്കും. അതും ഓർത്ത് വെച്ചോണം. അത് നമുക്കറിയാം. ഇപ്പോൾ ക്ലോറിൻ ആണെങ്കിൽ 287 ആണ്. ഒരു ഇലക്ട്രോണിനെ വാങ്ങിയാലേ സ്റ്റേബിൾ ആകത്തുള്ളൂ. അപ്പോൾ -1 ആകുന്നു. ഓക്കെ, ഇത്രയും ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഇത്രയും ഓക്കെ ആണെങ്കിൽ ഓക്കെ, ഫൈൻ. ഇതൊക്കെ പഠിച്ചോണേ. ഓക്സിഡേഷൻ നമ്പറിൽ നിന്ന് എങ്ങനെ വലിയൊരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് നോക്കി വെച്ച് പഠിച്ചോണം. ഇനി നമുക്ക് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഒരു കോമ്പൗണ്ട് വന്നു കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിനകത്ത് ഒരു പർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ആദ്യം മനസ്സിലാക്കേണ്ടത് നോക്കിയോ, ഇപ്പം CO2 തന്നിരിക്കുകയാണ്. CO2-നകത്തെ Cൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ എപ്പോഴും ആലോചിച്ചോണം,
ഇപ്പോൾ നമുക്ക് ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ബാക്കിയുള്ളവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ അതിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ CO2 തന്നു, CO2ൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എനിക്ക് എത്രയാണെന്ന് അറിയില്ല CO2ൽ, പക്ഷേ ഒരു ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2- ആണെന്ന് എനിക്കറിയാം. അപ്പോൾ CO2ൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ X എന്നിട്ടു, ഇതിൻ്റെ അത് -2 ആണ്. അപ്പോൾ നോക്കിയോ, X പ്ലസ് എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ. 2 × -2 ഈക്വൽ ടു 2 × -2 ഈക്വൽ ടു എന്താണ്? 0 എന്ന് എഴുതാൻ പറ്റും. എപ്പോഴും ആലോചിച്ചോണം, ഒരു കോമ്പൗണ്ട് ചാർജ്ഡ് അല്ലാത്ത കോമ്പൗണ്ടുകളിൽ മോളിക്യൂളുകളിൽ ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് X 2 × -2 എന്ന് പറയുമ്പോൾ -4 എന്ന് കൊടുക്കാം, =0 എന്നും. ഇതിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പം X +4 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനകത്തുള്ള കാർബണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +4 ആയിരിക്കും, ഓർത്തോണം. ഇനിയും KMnO4 നോക്കാം. KMnO4-നകത്തെ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം മസ്റ്റായിട്ട് ഇതിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയണം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സിംപ്ലി അതിൻ്റെ വാലൻസിയാണ്, വാലൻസിക്ക് ചാർജ് ഇടുന്നതാണ്. ഇപ്പോൾ പൊട്ടാസ്യം K എന്ന് പറയുമ്പോഴത്തേക്കും 19 ആണ്. 19 എന്ന് പറയുമ്പോൾ 2, 8, 8, 1 ആണ്. സ്റ്റേബിൾ ആവണമെങ്കിൽ ഒരു ഇലക്ട്രോണിനെ കൊടുക്കണം. ഒരു ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ K 1+ ആണ്. അപ്പോൾ 1+ ആണ് Kയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിജൻ നോക്കുവാണെങ്കിൽ 8 ആണ് ഓക്സിജൻ. അപ്പോൾ 2, 6 ആണ്. ഓരോ ഓക്സിജന് 2 ഇലക്ട്രോൺ വാങ്ങണം. അപ്പോൾ 2- ആയിരിക്കും അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ +1ഉം ഓക്സിജൻ്റെ -2 ഉണ്ട്. എത്ര ഓക്സിജൻ ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഇതിൻ്റെ എക്സാക്റ്റും എടുക്കാം. അപ്പം +1 + X + 4 × -2, 4 ഓക്സിജൻ ഉണ്ട്. ഒരു ഓക്സിജൻ്റെ -2 ആണെങ്കിൽ 4 ഓക്സിജന് 4 × -2 ഈക്വൽ ടു ടോട്ടൽ. എപ്പോഴും ഇത് ആലോചിച്ചോണം, ചാർജ്ഡ് മോളിക്യൂൾ അല്ല എങ്കിലാണ് ടോട്ടൽ 0 ആവുന്നത്, അല്ലെങ്കിൽ ആ ചാർജിന് ഈക്വൽ ആണെന്ന് എഴുതും. അപ്പം ഇവിടെ 1 + X - 8 = 0 എന്നും, X ഈ 8നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, 1നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ X = 8 - 1, X = 7, അതായത് X +7 എന്ന് എടുക്കാനായിട്ട് സാധിക്കും. X +7 ആണ്. X +7 ആണ് നമ്മുടെ Mn-നകത്തെ, ഈ KMnO4-നകത്തുള്ള Mn-ൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരെണ്ണം തരാം. H2SO4-നകത്തെ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. നമുക്കറിയാം ജനറൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ +1 ആണ്, അതിന് മണ്ടക്കോട്ട് എഴുതുക. ജനറൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ -2 ആണ്, അത് അതിന് മണ്ടക്കോട്ട് എഴുതുക. Xൻ്റെ അറിയത്തില്ല, X എന്ന് എഴുതുക. ഇനി നോക്കിയേ, ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട്? +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 2 × +1 + X + 4 × -2 ഈക്വൽ ടു 0. അപ്പം 2 + X - 8 = 0 എന്നും, X -8 ഇങ്ങോട്ട് പോകുമ്പോൾ +8 ആയി, +2 ഇങ്ങോട്ട് പോകുമ്പോൾ -2 ആവും. അപ്പോൾ X = 8 - 2 എന്ന് പറയുമ്പോൾ 6 ആയിരിക്കും. അതായത് H2SO4-നകത്തെ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ. എക്സാം ഉള്ളവർക്ക് പവിത്ര, അതുപോലെ തന്നെ ദിയാലക്ഷ്മി, ഹിരൺ, അവർക്കൊക്കെ ഓക്കെ ആണോ? അതെ സർ. ഓക്കെ. ഓക്കെ. നമ്മുടെ സൂര്യകിരൺ ഓക്കെ ആണോ? സൂര്യ ഹലോ, സൂര്യ കേൾക്കാമോ? സൂര്യ ഹലോ. സൂര്യ ഹിരൺ ഓക്കെ ആണോ? ഹിരൺ ഓക്കെ. അപ്പം നോക്കിക്കോളൂ, അടുത്തൊരു കോൺസെപ്റ്റ് നോക്കിക്കോളൂ. ഇനി നോക്കിയോ, CO2 ഇതുവരെ നമ്മൾ ന്യൂട്രൽ ആയിട്ടുള്ള മോളിക്യൂൾ ആയിരുന്നു തന്നെ. ന്യൂട്രൽ മീൻസ് ഒരു കോമ്പൗണ്ട് ആയിട്ടാണ്, അതായത് ന്യൂട്രൽ എന്ന് തന്നെ പറയാം, ന്യൂട്രൽ കോമ്പൗണ്ട് ആണ് വന്നത്. എന്നാൽ ഇവിടെ അയോണിക് മോളിക്യൂൾ വരാൻ പോകും. അതായത് CO3 2- എന്ന് പറയുന്ന അയോണിക് മോളിക്യൂളിനകത്തെ കാർബൺ ഡൈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കിയോ, അതെങ്ങനെയാണ്? ഇതിൻ്റെ X, അപ്പം X + ഓക്സിജനെ നമുക്കറിയാം -2 ആണ്. അപ്പോൾ 3 എണ്ണം ഉണ്ട്. 3 × -2 ഈക്വൽ ടു, ഇവിടെ 0 എന്ന് ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഇതൊരു ചാർജ് മോളിക്യൂളാണ്, ചാർജ് അതിൻ്റെ മണ്ടയ്ക്ക് തന്നിട്ടുണ്ട്. അപ്പം -2 എന്ന് വേണം കൊടുക്കാൻ.
അപ്പം എക്സ് -6 ഈസ് ഈക്വൽ ടു -2 എന്നും എക്സ് ഈസ് ഈക്വൽ ടു -2 + 6 എന്നും എക്സ് ഈസ് ഈക്വൽ ടു 4 എന്നും വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? +4 ആയിരിക്കും. അത് ഓർത്ത് വെച്ചോണം. അതുപോലെ തന്നെ അടുത്തൊരു അയോണിക് മോളിക്യൂൾ തരികയാണ് Cr2O7 2-. ഇവിടെയും ന്യൂട്രൽ ആയിട്ടുള്ള മോളിക്യൂൾ അല്ല, അയോണിക് മോളിക്യൂളാണ്. കാരണം ആ കംപ്ലീറ്റ് അയോണിൻ്റെ ചാർജാണ് ഈ മുകളിൽ തന്നിരിക്കുന്നത്. ഇവിടെ CO3യുടെ മൊത്തത്തിലുള്ള ചാർജാണ് ഈ മുകളിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? നമുക്ക് ക്രോമിയത്തിൻ്റെ കണ്ടുപിടിക്കേണ്ടത്, അറിയത്തില്ല. ഓക്സിജൻ്റെ -2 ആണെന്ന് നമുക്കറിയാം. അങ്ങനെ എത്ര ക്രോമിയം ഉണ്ട്? 2 × x ഉണ്ട് ഇല്ലേ? പ്ലസ് ഓക്സിജൻ്റെ 7 എണ്ണം ഉണ്ട്. 7 × -2 ഈക്വൽ ടു 0 കൊടുക്കാൻ പാടില്ല. അതിൻ്റെ ചാർജ് ഉണ്ടെങ്കിൽ ചാർജ് തന്നെ കൊടുക്കുക, -2. ദെർഫോർ എന്താണ്? 2x - 14 ഈസ് ഈക്വൽ ടു -2 എന്നും 2x ഈസ് ഈക്വൽ ടു -2 + 14 എന്നും 2x ഈസ് ഈക്വൽ ടു 14 - 2 എന്ന് പറയുമ്പോഴത്തേക്ക് 12 എന്നും x ഈസ് ഈക്വൽ ടു 12/2 എന്ന് പറയുമ്പോൾ 6 എന്നും വരുന്നു. ക്ലിയർ ആണോ? ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഓർത്തോണം, ന്യൂട്രൽ മോളിക്യൂൾ ആണെങ്കിൽ മാത്രമേ ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 കൊടുക്കത്തുള്ളൂ. ചാർജ്ഡ് മോളിക്യൂൾ ആണെങ്കിൽ ആ ഈസ് ഈക്വൽ ടു അതിൻ്റെ ചാർജ് വേണം കൊടുക്കാൻ. എല്ലാവരും തെറ്റിക്കുന്ന സംഭവമാണ്, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ. അടുത്തത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് പറയുമ്പോൾ സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. പരീക്ഷയ്ക്ക് ഷുവറായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിനകത്ത് നിന്നൊരു ക്വസ്റ്റ്യൻ കാണും. 1 മാർക്കായിരിക്കും അതിന്. സ്റ്റോക്ക് നൊട്ടേഷൻ. അപ്പോൾ എന്താണ് ഈ സ്റ്റോക്ക് നൊട്ടേഷൻ? സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എന്താണെന്നറിയാമോ? അതായത് നിങ്ങൾക്ക് ഒരു കോമ്പൗണ്ട് തരും. സ്റ്റോക്ക് നൊട്ടേഷൻ. നിങ്ങൾക്ക് ഒരു കോമ്പൗണ്ട് തരും. ആ കോമ്പൗണ്ടിൻ്റെ നിങ്ങൾക്കിപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഓറസ് ക്ലോറൈഡ്. ഇതിന് സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിനകത്ത് ആനിയോൺ ഏതാ കാറ്റിയോൺ ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കണം. നമുക്കറിയാം ഓറം എന്ന് പറഞ്ഞാൽ ഗോൾഡാണ്. ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ക്ലോറിനാണ് അറിയാം. അപ്പോൾ ഓറസ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് ആയതുകൊണ്ട് ഗോൾഡ് ഒരു മെറ്റലാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് ഉറപ്പായിട്ട് അതൊരു പോസിറ്റീവ് വാലൻസിയെ പോസിറ്റീവ് ഓക്സിഡേഷൻ നമ്പറെ കാണിക്കത്തുള്ളൂ. ക്ലോറിൻ നെഗറ്റീവ് ഓക്സിഡേഷൻ നമ്പർ. ഇതിൻ്റെ ഫോർമുല വരുന്നത് AuCl ആണ്. എന്നാൽ ഇതിൻ്റെ സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അതിൻ്റെ കാറ്റിയോൺ ഏതാണോ ആ കാറ്റിയോണിൻ്റെ ചാർജിനെ റോമൻ ലെറ്ററിൽ ഈ സിമ്പലിൻ്റെ ഇടയ്ക്ക് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ AU ഇതിൻ്റേത് 1 ആണ് കേട്ടോ. കാരണം ക്ലോറിൻ്റെ 1- ഇതിൻ്റെ 1+ വന്നാൽ ഇങ്ങനെ ഒരു ഫോർമുല വരുള്ളൂ. കാരണം ഇപ്പം Mg2+ Cl1- കൂടെ ക്രോസ് ചെയ്യുന്നുണ്ടല്ലേ, MgCl2 എന്ന് വരുന്നത്. അപ്പം AU4 ഇല്ലേ, AU4 ബ്രാക്കറ്റിൽ ഇങ്ങനെ കൊടുത്തിട്ട് Cl എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോക്ക് നൊട്ടേഷനായി. ഇനിയും അടുത്തത് ചോദിക്കാം, ഓറിക് ക്ലോറൈഡ് ചോദിക്കാം. ഓറിക് ക്ലോറൈഡ് ചോദിക്കാം. ഓറിക് ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാമോ? അതിൻ്റെ ഫോർമുല എന്ന് പറയുമ്പം AuCl3 ആണ്. അപ്പോൾ നോക്കിയേ, AuCl3 വരാൻ കാരണം എന്താ? നോക്കിയേ, AUവിൻ്റെ വാലൻസി 3+ഉം Clൻ്റെ വാലൻസി 1- ആയതുകൊണ്ടാണ് ക്രോസ് ചെയ്തപ്പോൾ AuCl3 എന്ന് വന്നത്. അപ്പോൾ അതിൻ്റെ കാറ്റിയോണിൻ്റെ ചാർജ് അല്ലെങ്കിൽ അതിൻ്റെ കാറ്റിയോണിനെ അല്ലെങ്കിൽ അതിൻ്റെ ചാർജിനെ എന്ത് ചെയ്യണം? റോമൻ ലെറ്ററിൽ കൊടുക്കണം. അപ്പോൾ AU3 എഴുതിയിട്ട് ബ്രാക്കറ്റ് കൊടുക്കുക. എന്ത് കൊടുക്കുക? AU ബ്രാക്കറ്റ് കൊടുത്തിട്ട് എന്താണ് നോർമലി എന്ത് എഴുതുക? നോർമലി നമ്മുടെ Cl3 എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുതുക. ഇത് തന്നെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നതേ ഉള്ളൂ? 3 കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ. അടുത്തത് MnO2 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിൻ്റെ സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതാൻ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ MnO2 എന്ന് പറയുന്നൊരു കോമ്പൗണ്ടിൻ്റെ സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ Mnൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇല്ലേ? അപ്പം MnO2ൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് അറിയാം X ആണ്. അപ്പം പ്ലസ് ഇതിൻ്റെ -2 ആണ്. അപ്പം X + 2 × -2 = 0 എന്നും X -4 = 0 എന്നും X +4 എന്നും വരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ +4 ആണ് ഇതിൻ്റെ Mnൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ എങ്ങനെ എഴുതണം? Mn എന്ന് എഴുതിയിട്ട് ഒരു 4 എന്നിട്ടിട്ട് എന്ത് എഴുതണം? O2 എന്ന് എഴുതണം. പരിപാടി കഴിഞ്ഞു. ഇനിയും ചിലപ്പോൾ പരീക്ഷയ്ക്ക് തിരിച്ച് ചോദിക്കാം. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നിക്കൽ
നിക്കൽ 2 സൾഫേറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് അതിൻ്റെ റിയൽ ആയിട്ടുള്ള ഫോർമുല എഴുതാൻ പറഞ്ഞ് ചോദിക്കാം. നിക്കൽ 2 സൾഫേറ്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതും നിക്കൽ 2 സൾഫേറ്റ്? അപ്പം എന്തായാലും നിങ്ങൾ ആലോചിച്ചോണം, നിക്കൽ 2 ഇവിടെ വന്നെങ്കിൽ ഈ നിക്കലിൻ്റെ വാലൻസി അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2+ ആയിരിക്കും. പിന്നെ ഈ സൾഫേറ്റിൻ്റെ പഠിച്ചു വെച്ചോണം, SO4 2-. അപ്പോൾ ഇത് രണ്ടും ക്രോസ് ചെയ്യുമ്പം NiSO4 രണ്ടും സെയിം നമ്പർ ആയതുകൊണ്ട് NiSO4 എന്നായിരിക്കും വരുന്നത്. ഇതാണ് അതിൻ്റെ റിയൽ ഫോർമുല എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ സ്റ്റോക്ക് നൊട്ടേഷൻ വെച്ചിട്ട് തന്നെ ഇങ്ങനെ എഴുതുന്നത്. അതുപോലെ തന്നെ ടിൻ 4 ഓക്സൈഡ് എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതിൻ്റെ റിയൽ ഫോർമുല എഴുതാൻ പറഞ്ഞ് ചോദിക്കും. അപ്പം ആദ്യം തന്നെ ആലോചിച്ചോണം, ടിന്നിൻ്റെ വാലൻസി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും എന്ത്? Ti എന്ന് പറയുമ്പോൾ സ്റ്റാനം SN4+ ആയിരിക്കും ഇവിടെ വരിക. ഓക്സിജൻ്റെ നമുക്കറിയാം എന്താ, ഓക്സിജൻ്റേത് O2- ആണ് ഇല്ലേ? അപ്പം ഇത് O2- വരും. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അതായത് ഇത് രണ്ടും കൂടെ എന്താണ് ബാലൻസ് ചെയ്താലേ പറ്റുള്ളൂ അല്ലേ? ഇപ്പോൾ ഇവിടെ 4+ഉം ഇവിടെ 4+ഉം ഇവിടെ 2- ഉള്ളൂ. അപ്പം ഒരു കോമ്പൗണ്ടിനകത്തുള്ള ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും 0 ആണോ എന്നല്ലേ പറഞ്ഞത്? കണ്ടോ? അപ്പം ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും കൂടെ കൂട്ടുമ്പോൾ 0 വരണം. കണ്ടോ? ഇതിന് X ഇപ്പം +4 വന്നു, ഓക്സിജന് -4 വന്നു, ടോട്ടൽ 0 വരണം. അപ്പോൾ ഇവിടെ +4 ഉണ്ട്, ഇവിടെ -2 ഉള്ളൂ. അപ്പോൾ എന്ത് വരണം? ഇവിടെ ഒരു 2 കൂടെ വരണം. അപ്പം ഓക്സിജൻ 2 എടുത്താൽ പോരെ? അപ്പം SnO2 ആയിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓക്സിഡേഷൻ അല്ലെങ്കിൽ അതിൻ്റെ റിയൽ ഫോർമുല എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ആലോചിച്ചോണം, ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 0 വരണം അല്ലേ? ക്യാൻസലായി പോകും. അപ്പോൾ ഇവിടെ 4+ ഉണ്ട്, ഇവിടെ 2- ഉള്ളൂ. ഇത് രണ്ടും ഇപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? -2 കിട്ടുകയുള്ളൂ. അപ്പോൾ ആ 2 കൂടെ പോകണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഓക്സിജൻ്റെ ഒരു മോളിക്കൂൾ എടുത്താൽ പോരെ? അപ്പം നിങ്ങളോട് തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. നോക്കിയോ, SnO2ൻ്റെ ഇതെഴുതാൻ പറയുക. SnO2ൻ്റെ ഇതെഴുതാൻ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതും? ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കും. എങ്ങനെ കണ്ടുപിടിക്കും? ഇത് X, ഇത് -2 അല്ലേ? ഇത് X, ഇത് -2. അപ്പം X + -2 2 × -2 = 0. X - 4 = 0. X എന്ത് വരും? +4. ഇതിനെ അല്ലേ നിങ്ങൾ SN4O2 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്? കണ്ടോ? തിരിച്ചും മറിച്ചും നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പഠിച്ചിരിക്കണം. മനസ്സിലായി? പറഞ്ഞോ. ആദ്യത്തെ ഓറസ് ക്ലോറൈഡ് ഒന്നുകൂടെ പറയാമല്ലോ. ഓറസ് ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറസ് ക്ലോറൈഡ് എന്ന് പറയുമ്പം AuCl ആണ് വരുന്നത്, അതിൻ്റെ റിയൽ ഫോർമുല. അപ്പം ഇതിൻ്റെ AUൻ്റെ ഇപ്പം ഇത് രണ്ടും AuCl വരണമെങ്കിൽ എന്തായിരിക്കണം? രണ്ടിൻ്റെ വാലൻസിയും സെയിം ആയിരിക്കണം. അപ്പം ക്ലോറിൻ്റെ വാലൻസി 1- ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒബ്വിയസ്ലി AUൻ്റെ വാലൻസി 1+ ആയിരിക്കണം, എന്നാലേ AuCl എന്ന് പറഞ്ഞ ഫോം വരത്തുള്ളൂ. അപ്പം ഈ AUൻ്റെ പ്ലസ് ആയതുകൊണ്ട് തന്നെ ആ പ്ലസ്സിനെ റോമൻ ലെറ്ററിൽ, +1നെ റോമൻ ലെറ്ററിൽ, പ്ലസ് അല്ല ആ നമ്പറിനെ വാലൻസിയെ AU1 എന്ന് എഴുതിയിട്ട് Cl എന്ന് എഴുതുക. പരിപാടി കഴിഞ്ഞു. ഓക്കെ സർ. നേരത്തെ 4 എന്നല്ലായിരുന്നു എഴുതിയേ? ഒരു സെക്കൻഡ്, 4 എന്ന് എഴുതി കേട്ടോ. സോറി തെറ്റിപ്പോയതാണേ കേട്ടോ. അത് തെറ്റിപ്പോയതാണേ. ഹലോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണേ. AU1Cl എന്നാണേ കേട്ടോ. ഹലോ എല്ലാവരും നോട്ട് ചെയ്തല്ലോ അത്? ഓക്കെ, അപ്പം നോട്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് റെഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. റെഡോക്സ് റിയാക്ഷൻ എന്താണ്? റെഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു റിയാക്ഷനകത്ത് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് റെഡോക്സ് റിയാക്ഷൻ. എഴുതിയെടുത്തോണം. റെഡോക്സ് റിയാക്ഷൻ ഞാൻ എഴുതിത്തരാം. റെഡോക്സ് റിയാക്ഷൻ അതായത് ഒരു റിയാക്ഷനിൽ തന്നെ ദ റിയാക്ഷൻ ഇൻ വിച്ച് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ taking place at the same time are called redox reaction. ഓക്കെ ആണല്ലോ? അതായത് ആ റിയാക്ഷനകത്ത് ഓക്സിഡേഷനും നടക്കും, റിഡക്ഷനും നടക്കും. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ,
അത് ഓർത്തോണം. ഇവിടെ മൂലമുള്ള കാര്യങ്ങൾ ആണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതാ മറ്റേ ഓക്സിഡേഷൻ റിഡക്ഷൻ്റെ റിഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെക്കണമെങ്കിൽ ഈ സാധനം കൃത്യമായിട്ട് പഠിക്കണം. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നാലും പറയാം. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ മനസ്സിലാക്കണം, ഓക്സിഡേഷന് കുറേ ഡെഫിനിഷൻ ഉണ്ട്. ഒന്ന്, ഓക്സിഡേഷനെ നമ്മൾ ലോസ് ഓഫ് ഇലക്ട്രോൺ എന്ന് വിളിക്കും. ഇലക്ട്രോണിനെ ആരാണോ ലോസ് ചെയ്യുന്നത് അവിടെ ഇലക്ട്രോണിനെ ആരാണോ ലൂസ് ചെയ്യുന്നത്, ഇലക്ട്രോൺ എവിടെയാണോ ലൂസ് ചെയ്യുന്നത് അവിടെ ഓക്സിഡേഷൻ നടന്നു എന്ന് വിശേഷിപ്പിക്കാൻ പറ്റും, ലോസ് ഓഫ് ഇലക്ട്രോൺസ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓക്സിഡേഷൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസിങ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഒരു റിയാക്റ്റൻറ്റിൽ നിന്ന് പ്രൊഡക്റ്റിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു റിയാക്റ്റൻറ്റിൻ്റെ റിയാക്റ്റൻറ്റിനകത്തെ അയോണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്രൊഡക്റ്റ് വരുമ്പോൾ കൂടിയാൽ അവിടെ ഓക്സിഡേഷൻ നടന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻക്രീസ് ഇൻ, ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓക്സിഡേഷൻ. മൂന്നാമതൊരു ഡെഫിനിഷൻ ഉണ്ട്. ഓക്സിഡേഷൻ അല്ലേ, അഡീഷൻ ഓഫ് ഓക്സിജൻ ആയിരിക്കും. അഡീഷൻ ഓഫ് ഓക്സിജനെയും നമ്മൾ എന്ത് പറയും, ഓക്സിഡേഷൻ എന്ന് പറയും. രണ്ടാമത്തേത് അടുത്തത് റിമൂവൽ ഓഫ് ഹൈഡ്രജനെയും നമ്മൾ ഓക്സിഡേഷൻ എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഓക്സിജൻ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ളൊരു എലമെൻ്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ അല്ലാതെ വേറെ ഏതൊരു ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റിനെ ആഡ് ചെയ്താലും അതും ഓക്സിഡേഷനാണ്. അപ്പോൾ നമുക്ക് അതും കൂടി എഴുതാം, അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്. അടുത്തത് ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്നതല്ലേ ശരിക്കും ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ ഒരു പോസിറ്റീവ് ആണല്ലേ, അങ്ങനെയാണെങ്കിൽ ഏതൊരു പോസിറ്റീവ് അയണിനെ റിമൂവ് ചെയ്താലും അത് ഓക്സിഡേഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ റിമൂവൽ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ് എന്ന് പറയുന്നതും എന്താണ്, ഓക്സിഡേഷൻ തന്നെയാണ്. അടുത്തത് റിഡക്ഷൻ വരുവാണെങ്കിൽ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. റിഡക്ഷൻ പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് എഴുതാൻ പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ റിഡക്ഷനിനകത്ത് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആയിരിക്കും. അടുത്തത് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണെങ്കിൽ റിഡക്ഷനകത്ത് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആയിരിക്കും. അടുത്ത അഡീഷൻ ഓഫ് ഓക്സിജൻ ആണെങ്കിൽ ഇത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആയിരിക്കും. ഇത് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആണെങ്കിൽ ഇത് അഡീഷൻ ഓഫ് റിമൂവൽ ഓഫ് ഓക്സിജൻ ആയിരിക്കും. അല്ല തിരിച്ച് പഠിച്ചാൽ മതി, അതായിരിക്കും എളുപ്പമെന്ന് തോന്നുന്നു. ഇത് അഡീഷൻ ഓഫ് ഓക്സിജൻ ആണെങ്കിൽ ഇത് റിമൂവൽ ഓഫ് ഓക്സിജൻ ആയിരിക്കും. റിമൂവൽ ഓഫ് ഓക്സിജൻ ആയിരിക്കും. അതുപോലെ ഇത് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആണെങ്കിൽ ഇത് ഇത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആയിരിക്കും. അപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഓക്സിജനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഓക്സിജൻ ഒരു ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റ് ആയതുകൊണ്ട് ഏതൊരു ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റിനെ റിമൂവ് ചെയ്താലും അത് ഓക്സിഡേഷൻ തന്നെയാണ്. അപ്പോൾ റിമൂവൽ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്. അതുപോലെ തന്നെ ഇവിടെ അഡീഷൻ ഓഫ് ഓക്സിജൻ ആണെങ്കിൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വേറെ ഏത് ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റിനെ ആഡ് ചെയ്താലും അതെന്തായിരിക്കും, അഡീഷൻ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെൻ്റ് എന്ന് പറഞ്ഞാലും അതിനെ നമ്മൾ റിഡക്ഷൻ എന്ന് വിളിക്കും. ഇത്രയൊക്കെയാണോ? ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സൂര്യകിരൺ, അതുലേ ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ്. ഓക്കെ. സൂര്യകിരൺ ക്ലിയർ ആണോ? സൂര്യ കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. അതെ സർ. ഓക്കെ ഫൈൻ. ഓക്കെ, ജനീറ്റ ഒക്കെയാണോ? ജനീറ്റ, അഞ്ജലി. ഓക്കെ ഫൈൻ. അപ്പം ഞാൻ ഒരു റിയാക്ഷൻ തരാം. അതിനകത്ത് ആരൊക്കെ ഓക്സിഡൈസ് ആയി, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. ഒരു റിയാക്ഷൻ തന്നിട്ട് CuSO4 പ്ലസ് Zn ഗീവ്സ് ZnSO4 പ്ലസ് Cu. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും
ഓക്സിഡേഷൻ നമ്പർ അങ്ങോട്ട് മണ്ടക്കോട്ട് എഴുതിയേക്കണം. കാരണം നമുക്ക് ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പറിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ അഡീഷൻ ഓഫ് ഓക്സിജൻ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഒക്കെ നോക്കുന്നതിലുപരിയായിട്ട് നിങ്ങൾ ആ ഓക്സിഡേഷൻ നമ്പറിൻ്റെ വ്യത്യാസം നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. CuSO4 നമുക്കറിയാം SO4ൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2- ആണ്. അത് പഠിച്ചോണം. അത് ഒബ്വിയസ്ലി അപ്പം CuSO4 എന്ന് പറഞ്ഞ ഫോർമുല വരണമെങ്കിൽ Cuൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2+ ആയിരിക്കണം. എന്നാലല്ലേ 2+ഉം അതുപോലെ തന്നെ 2 -2 കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 വരത്തുള്ളൂ. അപ്പം ഉറപ്പായിട്ടും നമുക്ക് കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈ കേസിൽ 2 ആയിരിക്കും. കാരണം കോപ്പറിന് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആളാണ് കേട്ടോ. ഡി ബ്ലോക്ക് എലമെൻ്റ് എല്ലാം ഒന്നിൽ കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആൾക്കാരായിരിക്കും. ഡി ബ്ലോക്ക്, കോപ്പർ ഒരു ഡി ബ്ലോക്കാണ്, ഗോൾഡ് ഒരു ഡി ബ്ലോക്കാണ്, അതുപോലെ തന്നെ എന്താണ് അങ്ങോട്ട് മാംഗനീസ്, മഗ്നീഷ്യം, അയൺ, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. ഇവർ ഒന്നിൽ കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. നേരെ മറിച്ച് പി ബ്ലോക്ക് എലമെൻറ്റും എസ് ബ്ലോക്ക് എലമെൻറ്റും ഒക്കെ ആണെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേരിയബിൾ കാണിക്കത്തില്ല. കാരണം ഇപ്പോൾ നിങ്ങളൊരു ഓക്സിജൻ എടുത്തോ, ഓക്സിജൻ്റെ ഇത് ഫിക്സ്ഡ് ആണല്ലോ. പിന്നെ ചില എക്സെപ്ഷണൽ കേസൊക്കെ ഉണ്ട്. വേറൊരു ക്ലോറിൻ എടുത്തോ, ക്ലോറിൻ്റെ ഫിക്സ്ഡ് അല്ലേ, Cl1- അല്ലേ. സോഡിയം എടുത്തോ, സോഡിയൻ്റെ ഫിക്സ്ഡ് അല്ലേ. ഇവർ എസ് ബ്ലോക്കും ബി ബ്ലോക്കും ആണ്. നേരെ മറിച്ച് ഡി ബ്ലോക്കിലെ ഉള്ള എലമെൻറ്റ്സ് എല്ലാം വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. ഓക്കെ. ഇപ്പോൾ കോപ്പർ Cu2+ എന്ന് പറയുന്ന സ്റ്റേറ്റിലും ഉണ്ട്, Cu1+ എന്ന് പറയുന്ന സ്റ്റേറ്റിലുണ്ട്. കുപ്രസും കുപ്രിക്കും എന്നാണ് പറയുന്നത്. ഗോൾഡും അതുപോലെ തന്നെ ഉണ്ടോ, 2 ഓക്സിഡേഷൻ, ഓറസും ഓറിക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണെന്നും ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണെന്നും കിട്ടി. ഇൻഡിവിജ്വൽ എലമെൻ്റൽ ഫോമിലാണ് ഒരു ആളിരിക്കുന്നതെങ്കിൽ അവൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണെന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ സിങ്കിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആകണം. എന്നാലേ സൾഫേറ്റിൻ്റെ -2 ആയാൽ സൾഫേറ്റിൻ്റെ -2 ആണെന്ന് നമുക്കറിയാം. സൾഫേറ്റിൻ്റെ -2 ആണെങ്കിൽ ഒബ്വിയസ്ലി സിങ്കിൻ്റെ +2 ആയിരിക്കണം. പ്ലസ് എന്താണ് Cu എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻഡിവിജ്വൽ ഫോമിൽ എലമെൻ്റൽ ഫോമിലാണ്. അപ്പോൾ അവൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. അപ്പോൾ ഇവിടെ നോക്കി കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് സംഭവിച്ചു, Cu2+ൽ നിന്ന് 2+ൽ നിന്ന് 0 ആയി മാറി. 2+ൽ നിന്ന് 0 ആണെങ്കിൽ അവിടെ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ അല്ലേ, ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ അല്ലേ. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറിനെ എന്താ നമ്മൾ പഠിച്ചത്, ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ റിഡക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ റിഡക്ഷൻ നടന്നു. ഇനിയും അടുത്തൊരു സിങ്കിന് എന്ത് സംഭവിച്ചു, സിങ്ക് 0ൽ നിന്ന് +2 ആയി. സിങ്ക് 0ൽ നിന്ന് +2 ആണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കൂടി, ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറാണ്. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറാണ്. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ബൈ 2 ആണ് അല്ലേ. അപ്പോൾ 2 എണ്ണം കൂടിയെങ്കിൽ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറിനെ എന്താ നമ്മൾ വിളിക്കുക, എന്താണ്, ഓക്സിഡേഷൻ. അപ്പോൾ ഇവിടെ എന്ത് നടന്നു, ഇവിടെ ഓക്സിഡേഷൻ നടന്നു. അപ്പം ആരാണ് ഇവിടെ എന്ത് സംഭവിച്ചത്, അതായത് CuSO4 undergo reduction. അതുപോലെ തന്നെ Zn undergo ഓക്സിഡേഷൻ ആണല്ലോ. അപ്പം ഇനിയും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സംഭവമാണ്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ് കണ്ടുപിടിക്കാൻ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സാധനമാണ്. ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതിനൊരു ഇതുണ്ട്. അതിനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ആർക്കാണോ റിഡക്ഷൻ നടന്നത് അവൻ ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ CuSO4 ആണ് നമ്മുടെ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ആർക്കാണോ ഓക്സിഡേഷൻ നടന്നത് അവനായിരിക്കും റെഡ്യൂസിങ് ഏജൻറ്റ്. ഏജൻ്റാണ് പറയുന്നത് റിഡക്ഷൻ ഏജൻറ്റ്. അതായത് റിഡക്ഷൻ നടന്ന ആർക്കാണോ അവൻ ഓക്സിഡൈസിങ് ഏജൻറ്റും, ഓക്സിഡേഷൻ നടക്കുന്ന ആർക്കാണോ അവൻ റെഡ്യൂസിങ് ഏജൻറ്റും. എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്ന ട്രിക്ക് പറഞ്ഞു തന്നാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ഇനിയും ഇതിനകത്ത് പഠിക്കാനുള്ള കുറച്ച് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ്. ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ നോക്കിയോ, ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പം ഒന്ന് കോമ്പിനേഷൻ റിയാക്ഷൻ. എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ? കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പേര് പറയുമ്പോൾ തന്നെ ആലോചിച്ചോണം. കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും
ഒരാളും വേറൊരാളോട് കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നതിനെയാണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? സാമ്പാർ പച്ചക്കറികളെല്ലാം കൂടെ അരിഞ്ഞ് പച്ചക്കറികളും അതുപോലെ തന്നെ അതിൻ്റെ മസാലക്കൂട്ടുകളും കടുക്, ഉപ്പ്, സാമ്പാർ പൊടി, അതുപോലെ തന്നെ കറിവേപ്പില, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി. അതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ആ കോമ്പിനേഷൻ റിയാക്ഷൻ നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത് എ കോമ്പിനേഷൻ റിയാക്ഷൻ മേ ബി ഡിനോട്ടഡ് ബൈ അല്ലെങ്കിൽ ഡിനോട്ടഡ് ആസ് A plus B gives C. Denoted as A plus B gives C. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഉദാഹരണം തന്നിരിക്കുകയാണ്. C plus O2 gives CO2 എന്ന് തന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഒരു റിയാക്ഷൻ തന്നിട്ട് അത് റെഡോക്സ് റിയാക്ഷൻ ആണോ എന്ന് ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ റെഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിയാക്ഷനകത്ത് തന്നെ ഓക്സിഡേഷനും നടക്കണം റിഡക്ഷനും നടക്കണം, തൊട്ട് മുമ്പേ പറഞ്ഞ പോലെ തന്നെ. അപ്പം ഒരു കോമ്പിനേഷൻ റിയാക്ഷൻ റെഡോക്സ് ആണോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നറിയാം. നമുക്ക് ഈ സാധാരണ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ എഴുതി നോക്കിയിട്ടല്ലേ കണ്ടുപിടിക്കുന്നത്. ഇത് അങ്ങനെയൊന്നും കണ്ടുപിടിക്കണ്ട. തന്നിരിക്കുന്ന റിയാക്റ്റൻറ്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണം എലമെൻ്റൽ ഫോമിലാണെങ്കിൽ അത് റെഡോക്സ് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുമെന്നർത്ഥം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സി എന്ന് പറയുന്നത് ഇൻഡിവിജ്വലാണ്, എലമെൻ്റൽ ഫോമിലാണ്. ഓക്സിജൻ O2 എന്ന് പറയുന്നത് എലമെൻ്റൽ ഫോമിലാണ്. രണ്ടുപേരും എലമെൻ്റൽ ഫോമിലാണ്. അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? ഇതൊരു റെഡോക്സ് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യും. ഇനി നമുക്ക് വേണമെങ്കിൽ അത് തിയോറിറ്റിക്കലി പ്രൂവ് ചെയ്യാം. ഇതിൻ്റേത് 0 ആണ്, ഇതിൻ്റേതും 0 ആണ് എലമെൻ്റൽ ഫോമിലായതുകൊണ്ട്. ഇതിൻ്റേത് നമുക്കറിയാം -2 ആണ്. നമുക്കിതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സ് പ്ലസ് 2 ഇൻറ്റു -2 ഈക്വൽ ടു 0 എന്നും എക്സ് മൈനസ് 4 ഈക്വൽ ടു 0 എന്നും എക്സ് ഈക്വൽ ടു +4 എന്നും വരുന്നു. അപ്പം കാർബണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4. നോക്കിയേ, കാർബൺ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് എന്തായി? +4 ആയി. അപ്പോൾ ഇവിടെ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആയില്ലേ? ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ അല്ലേ? അപ്പോൾ കാർബൺ ഇവിടെ ഓക്സിഡേഷന് വിധേയമായി. O2 നോക്കിയേ, O2 0യിൽ നിന്ന് -2 ആയി. അപ്പോൾ 0നേക്കാട്ടിലും കുറവാണല്ലോ -2. അപ്പോൾ ഇവിടെ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ അല്ലേ? അപ്പോൾ അവിടെ റിഡക്ഷൻ. ഇനി ഇതൊന്നും മനസ്സിലാക്കാതെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ റെഡോക്സ് റിയാക്ഷൻ നടക്കുമെന്ന് എഴുതാൻ പറ്റും. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ പറഞ്ഞു, തന്നിരിക്കുന്ന ഒരു കോമ്പിനേഷൻ റിയാക്ഷൻ ആണെങ്കിൽ തന്നിരിക്കുന്ന റിയാക്റ്റൻറ്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണം എലമെൻ്റൽ ഫോമിലാണെങ്കിൽ അത് ഉറപ്പായിട്ടും റെഡോക്സ് റിയാക്ഷൻ അണ്ടർഗോ ചെയ്തിരിക്കും എന്ന് ഓർത്ത് വെച്ചോണം. അടുത്തത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ നോക്കാം. ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കോമ്പിനേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അത് രണ്ട് പ്രൊഡക്റ്റ് കമ്പൈൻ ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആയെങ്കിൽ ഇത് ഒരു പ്രൊഡക്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് 2 പ്രൊഡക്റ്റ് ആവും. അതായത് C gives A plus B എന്ന് പറയുന്നൊരു ഫോമിൽ വരുന്ന കോൺസെപ്റ്റാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 2NaH gives Na plus H2. ഇത് ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണെന്ന് നമുക്കറിയാം, കാരണം ഒരെണ്ണം സ്പ്ലിറ്റ് ചെയ്ത് 2 പ്രൊഡക്റ്റ് ആയില്ലേ. അങ്ങനെയെങ്കിൽ ഈ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എലമെൻ്റൽ ഫോമിലാണെങ്കിൽ മാത്രം, അത് രണ്ടും എലമെൻ്റൽ ഫോമിലാകണമെന്ന് നിർബന്ധമില്ല, ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണം എലമെൻ്റൽ ഫോമിലാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് റെഡോക്സ് റിയാക്ഷന് വിധേയമാകും, അല്ലെങ്കിൽ റെഡോക്സ് റിയാക്ഷൻ അവിടെ നടക്കും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും എലമെൻ്റൽ ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ റെഡോക്സ് റിയാക്ഷൻ നടക്കാൻ സാധ്യതയുണ്ട് അല്ലേ? സാധ്യതയുണ്ടെന്നല്ല, റെഡോക്സ് റിയാക്ഷൻ നടക്കും. അത് വേണമെങ്കിൽ തിയറിറ്റിക്കലി എങ്ങനെ പ്രൂവ് ചെയ്യാം? ഇവിടെ 2Na ഇവിടെ പ്യുവർ എലമെൻ്റൽ ഫോമാണ്, അപ്പോൾ 0 ആണ്. ഇവിടെ എലമെൻ്റൽ ഫോമാണ്, 0 ആണ്. ഇവിടെ 1+ ആണ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ 1- ആണ്. ഞാൻ പറഞ്ഞു, സോഡിയം ഹൈഡ്രൈഡ്, അതായത് ആൽക്കലി മെറ്റലും ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഹൈഡ്രജന് നെഗറ്റീവ് ചാർജാണ് കിട്ടുന്നത്. അപ്പം ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾ എന്തായി? 0 ആയി. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ, അതെന്താണ്? റിഡക്ഷൻ. ഇവിടെ മൈനസ് ആയിട്ടുള്ള ആൾ 0 ആയി. മൈനസിനെക്കാട്ടിലും വലിയ വാല്യൂ അല്ലേ 0. അപ്പോൾ ഇവിടെ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ, ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ. ഇതൊക്കെ ഓർത്ത് വെച്ചോണം കേട്ടോ, ഓർത്ത് വെച്ചോണം. ഇനിയും എല്ലാ ഡീകമ്പോസിഷൻ റിയാക്ഷനും റെഡോക്സ് റിയാക്ഷൻ ആണോ? അല്ല. ഞാനിപ്പോൾ പറഞ്ഞു,
അത് എല്ലാ കോമ്പൗണ്ട് ഫോമിലാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം കാണിച്ചിട്ട് പറഞ്ഞുതരാം. CaCO3 കാക്കോ3 എന്ന് പറയും. കാക്കോ3യെ നമ്മൾ CaO പ്ലസ് O2 എന്ന് നമുക്ക് വേണമെങ്കിൽ CO2 എന്ന് വേണമെങ്കിൽ എഴുതാൻ പറ്റും. ഇവിടെ നോക്കി, ഇതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഡീകമ്പോസിഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് ഇത്. എന്നാൽ ഇതൊരു റെഡോക്സ് റിയാക്ഷൻ ആണോ? ഒരിക്കലുമല്ല. അതെങ്ങനെ മനസ്സിലാക്കാം? നിങ്ങൾ ഓക്സിഡേഷൻ നമ്പർ എഴുതിയിട്ട് നിങ്ങൾ അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാണുമ്പോൾ തന്നെ എഴുതാൻ പറ്റും. എങ്ങനെയെന്നറിയാമോ? ഇത് ഒരു കോമ്പൗണ്ട് ഫോമിലായിരിക്കുന്നത്, ഇതും ഒരു കോമ്പൗണ്ട് ഫോമിലായിരിക്കുന്നത്. ഉണ്ടാകുന്ന രണ്ട് പ്രൊഡക്റ്റും ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ കോമ്പൗണ്ട് ഫോമിലാണ് ഇരിക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും? റിഡോക്സ് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യത്തില്ല. എലമെൻ്റൽ ഫോമിലാണെങ്കിൽ മാത്രമേ അണ്ടർഗോ ചെയ്യത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തിയോറിറ്റിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഇതിൻ്റെ വാലൻസി കാർബണേറ്റിൻ്റെ വാലൻസി 2- ആണ്, കാണാൻ പഠിച്ചോണം. കാൽസ്യത്തിൻ്റെ അപ്പോൾ എന്തായാലും 2+ ആവും ആണല്ലോ. അപ്പം ഇവിടെ കാൽസ്യത്തിൻ്റെ വാലൻസി വരുമ്പോഴത്തേക്ക് ഇവിടെ 2+, ഇവിടെ 2-. ഇവിടെ കാർബണിൻ്റെ വാലൻസി വരുന്ന സമയത്ത് ഇവിടെ 4+, ഇവിടെ 2-, ഇവിടെയും 4+ തന്നെയാണ് കേട്ടോ. നോക്കിയേ, കാൽസ്യത്തിൻ്റെ ഇവിടെയും 2+, ഇവിടെയും 2+, വലിയ വ്യത്യാസമുണ്ടോ? ഇല്ല. കാർബണിൻ്റെ ഇവിടെയും 4+, ഇവിടെയും 4+, വലിയ വ്യത്യാസമുണ്ടോ? ഓക്സിജൻ്റെ ഇവിടെയും 2-, ഇവിടെയും 2-, വലിയ വ്യത്യാസമുണ്ടോ? ഇല്ല. ഇൻക്രീസും ഇല്ല, ഡിക്രീസും ഇല്ല. അപ്പോൾ എന്താ? അവിടെ റെഡോക്സ് റിയാക്ഷൻ നടക്കത്തില്ല. അത് നമ്മൾ ഇതിങ്ങനെ കാണിക്കുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു ഇല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് ചെയ്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ് കൊണ്ടൊക്കെ ഈ ഒരു രീതിയിലൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നോക്കിക്കോളൂ. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? An ion in a compound is replaced by ion in an ion of an another element. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അതായത് an ion in a compound is replaced by an ion of another element. Ion in a compound is replaced by an ion of another element. Another elementൻ്റെ എന്താണ്? ഒരു അയോണ് ഒരു കോമ്പൗണ്ടിനകത്തുള്ള ഒരു അയോണിനെ റീപ്ലേസ് ചെയ്യുന്നു. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നോക്കി, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ Cu പ്ലസ് ZnSO4 അല്ലെങ്കിൽ CuSO4 പ്ലസ് Zn, അതായത് അങ്ങനെ എഴുതാം എന്നാലേ പറ്റത്തുള്ളൂ. അതായത് CuSO4 പ്ലസ് Zn ഗീവ്സ് എന്താണെന്നറിയോ? നോക്കി, ഇവിടെ ഇതൊരു അയോണാണ് ഇല്ലേ? ഈ അയോണിനെ റീപ്ലേസ് ചെയ്തിട്ട് then ഇവ വന്ന് ഇവിടെ ഇരിക്കും. അതായത് ZnSO4 പ്ലസ് Cu എന്നാവും. ഇതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. അപ്പം നമുക്കറിയാമല്ലോ, അതായത് ഒരാൾ മാറിയിട്ട് അവിടെ വേറൊരാൾ വന്നിരിക്കും, അത്രേ ഉള്ളൂ. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് തന്നെ 2 രീതിയിൽ നമുക്ക് കോൺസെപ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അതായത് മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സാമ്പിളാണ് ഞാൻ ഈ തന്നിരിക്കുന്നത്. കണ്ടോ? Zn ഒരു മെറ്റലാണ്. Cu എന്ന് പറയുന്ന അയോണാണ്. അയോണെ റീപ്ലേസ് ചെയ്തിട്ട് ഈ സിങ്ക് അയോൺ ഇവിടെ വന്നു. സിങ്ക് അയോൺ ഇവിടെ വന്നിട്ട് സിങ്ക് എലമെൻ്റൽ ഫോമിലാണ് ഇരിക്കുന്നത്. പക്ഷേ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ എന്താവും? അത് അതിൻ്റെ അയോണിക് ഫോമിൽ കൺവേർട്ട് ചെയ്തിട്ട് Zn2+ ആയിട്ട് ഇവിടെ വന്ന് പറ്റിപ്പിടിക്കും, ഇവിടെ വന്ന് ഇരിക്കും. അങ്ങനെ സിങ്ക് സൾഫേറ്റ് ഉണ്ടാവും. ഓക്കെ. ഇനിയും നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് അതെങ്ങനെ നമുക്ക് എക്സാമ്പിൾ കൊടുക്കാൻ പറ്റും? നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റിന് നോക്കിക്കോ, അതായത് 2H2O, ഇത് രണ്ടാമത്തേത് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ്. രണ്ടാമത്തെ നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റിനകത്ത് നമുക്കൊരു ഉദാഹരണം പറയാം. 2H2O പ്ലസ് 2F2 gives HF പ്ലസ് O2. ബാലൻസ് ചെയ്യാം. 4HF പ്ലസ് O2. ഈ ഹൈഡ്രജൻ്റെ കൂടെ ആരായിരുന്നു ഇരുന്നത്? ഇവിടെ ഓക്സിജൻ ആയിരുന്നു. ഓക്സിജനെക്കാട്ടിലും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആളല്ലേ ഫ്ലൂറിന്. അപ്പോൾ ഈ ഓക്സിജനെ റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ ഈ നോൺ മെറ്റൽ, ഈ ഫ്ലൂറിൻ ഒരു നോൺ മെറ്റലാണ്. അപ്പം ആ ഫ്ലൂറിൻ വന്നിട്ട് അവിടെ വന്നിരുന്നിട്ട് HF ഫോം ചെയ്യും. അപ്പോൾ ഇതാണ് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. എന്നാൽ ഇനി പഠിപ്പിക്കാൻ പോകുന്ന റിയാക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിന് എല്ലാ വർഷവും പരീക്ഷ പേപ്പറിൽ കാണുന്നതാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന റിയാക്ഷൻ.
അതിനെ നമ്മൾ ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു പഠിച്ചോണം. +2 പലയിടത്തും ഓർഗാനിക് കോമ്പൗണ്ട്സ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് 2 ചാപ്റ്ററേ ഉള്ളൂ. 2 ചാപ്റ്റർ വളരെ ചെറിയ ചാപ്റ്ററുകളാണ്. എന്നാൽ +2 സെക്കൻഡ് ഇയറിൽ നിങ്ങൾ കയറി കഴിയുമ്പോൾ ഒരു ബുക്ക് ഫുള്ള് ഓർഗാനിക് കെമിസ്ട്രിയാണ്. ഹാലോ ആൽക്കെയിൻസ്, ഹാലോ അരീൻസ്, അതുപോലെ തന്നെ ആൽക്കഹോൾ, ഫീനോൾ, ഈതർ, പിന്നെ അതുപോലെ തന്നെ എന്താണ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്, പിന്നെ അമീൻസ്, ബയോമോളിക്യൂൾസ്, അങ്ങനെ ഇത്രയും കോമ്പൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ, കെമിക്കൽ പ്രോപ്പർട്ടി, എനിക്ക് തോന്നുന്നത് ഒരു 500 റിയാക്ഷൻ എങ്കിലും നിങ്ങൾക്ക് അതിനകത്തുനിന്ന് പഠിക്കാനുണ്ട്. എല്ലാം നല്ല വെടിപ്പായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ പ്രൊവൈഡഡ് ഈ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ എന്നാൽ മാത്രമേ +1 നന്നായിട്ട് കെമിസ്ട്രി പഠിച്ചാൽ മാത്രമേ +2 മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ +2 വളരെ പാടുപെടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ അത്യാവശ്യമായിട്ട് നിങ്ങൾ നല്ലതായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. കാരണം +2 പല കോൺസെപ്റ്റുകൾക്കുമുള്ള ഉത്തരം അവിടെയാണ്. ഇനിയും അതുപോലെ തന്നെ ഈ റെഡോക്സ് റിയാക്ഷൻ്റെ ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷനും അവിടെ ആവശ്യമുള്ളതാണ്. ഓർഗാനിക് കെമിസ്ട്രിയുടെ 2 ചാപ്റ്ററും +2 ആവശ്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പഠിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം ദീർഘകാലത്തേക്ക്. അപ്പം അടുത്തത് ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷൻ. ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇൻ ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷൻ an element in one oxidation state is simultaneously oxidized and reduced. അതായത് ഒരു കോമ്പൗണ്ടിനകത്ത് 2 ആൾക്കാർ ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ വിധേയമാകുന്നു, അതിനാണ് റെഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ആ 2 ഡിഫറൻറ്റ് കോമ്പൗണ്ടിൽ ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് എന്ത് ചെയ്യും? ഓക്സിഡേഷനും റിഡക്ഷനും അണ്ടർഗോ ചെയ്യും. ഒരു പർട്ടിക്കുലർ എലമെൻറ്റ്, അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? അതിനെയാണ് നമ്മൾ പറയുന്നത് ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഇവിടെ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, വൺ ഓഫ് ദി റിയാക്റ്റിംഗ് സ്പീഷ്യസ് അല്ലെങ്കിൽ റിയാക്റ്റിംഗ് സബ്സ്റ്റൻസ് always contains an element that can exist in at least ഈ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. അതായത് ഒരു റിയാക്ഷൻ തന്നിരിക്കുകയാണ്. ആ റിയാക്ഷനകത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് തന്നെ ആ പർട്ടിക്കുലർ എലമെൻറ്റിന് തന്നെ ഓക്സിഡേഷൻ റിഡക്ഷൻ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ എലമെൻറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ആ റിയാക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഒന്ന് നോക്കാം, ഒരു എക്സാമ്പിൾ നമുക്ക് എടുത്തിട്ട് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് നോക്കാം. പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ നമുക്കൊന്ന് നോക്കാം. അതായത് 2H2O2 പെറോക്സൈഡായി, അത് ഡീകമ്പോസിഷന് വിധേയമാകുന്നു. അപ്പോൾ H2Oയും O2ഉം ആകുന്നു അല്ലേ? ബാലൻസ് ചെയ്യാം, 2H2O ബാലൻസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഓക്സിജൻ്റേത് ഞാൻ പറഞ്ഞു, ഇത് പെറോക്സൈഡാണ്. പെറോക്സൈഡിൽ ഓക്സിജൻ്റെ -2 അല്ല, -1 ആണ്. അത് ഓൾറെഡി ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഇത് -1 ആണെങ്കിൽ ഒബ്വിയസ്ലി ഇത് +1 ആയിരിക്കും. ഇവിടെ അതുപോലെ തന്നെ വാട്ടറാണ്. വാട്ടറിൽ നമ്മുടെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 തന്നെയാണ്, ഹൈഡ്രജൻ്റെത് +1 തന്നെയാണ്. ഇത് ഓക്സിജൻ എലമെൻ്റൽ ഫോമിലാണ്. എലമെൻ്റൽ ഫോമിലാകുമ്പോൾ 0 ആണ് ഇല്ലേ? ഇവിടെ നോക്കിയേ, ഓക്സിജനെ നോക്കിയേ, ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈ -1ൽ നിന്ന് ഇവിടെ വന്നപ്പോൾ എന്തായി? -2 ആയി. -1ൽ നിന്ന് -2 ആയെന്ന് പറഞ്ഞാൽ അതിനർത്ഥം, ഒരു സെക്കൻഡ് എടാ, ഞാൻ ക്ലാസ്സിലാണ്, അങ്ങോട്ട് തിരിച്ചു വിളിക്കാവേ. ഓക്കെ, -1 -2 ആയി. -1 -2 ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? -1 -2 ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
-1 കഴിഞ്ഞിട്ട് ഇങ്ങോട്ടല്ലേ -2, അപ്പം കുറഞ്ഞു എന്നല്ലേ അതിനർത്ഥം. അപ്പം ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞോളൂ. സാറേക്ക് വെളിയിൽ പോകണം സാറ്, ലീവായി. ലെഫ്റ്റ് ആയിക്കോ, കുഴപ്പമില്ല. അപ്പം നോക്കിക്കോളൂ, ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറാണ് ഇവിടെ വരുന്നത്. നോക്കിക്കോ, ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറാണ് ഇവിടെ വരുന്നത് അല്ലേ. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ വരുവാണെങ്കിൽ എന്താ? റിഡക്ഷൻ അല്ലേ. റിഡക്ഷൻ ആണെങ്കിൽ അപ്പം ഓക്സിജൻ ഇവിടെ റിഡക്ഷൻ നടന്നെന്ന് മനസ്സിലായി. എന്നാൽ ഈ ഓക്സിജൻ തന്നെ അല്ലേ ഇവിടെ ഇതായി മാറിയത്. ഇവിടെ -1 0 ആയി. -1 കഴിഞ്ഞിട്ടല്ലേ 0. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തില്ലേ. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇവിടെ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറാണ്. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറാണ്. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്താ? ഓക്സിഡേഷൻ അല്ലേ. ഓക്സിഡേഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാനായിട്ട് സാധിക്കും? അപ്പം അതിന് നമുക്ക് ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കാൻ പറ്റും. ഇവിടെ നോക്കിയേ, ഈ ഓക്സിജൻ ഒരൊറ്റ സിംഗിൾ എലമെൻറ്റ് തന്നെ 3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലല്ലേ എക്സിസ്റ്റ് ചെയ്യുന്നത്. നോക്കിയേ, ഇവിടെ -1, ഇവിടെ -2, ഇവിടെ 0. ഇങ്ങനെയുള്ള റിയാക്ഷനെയാണ് നമ്മൾ ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് മനസ്സിലായോ? അതുല്, ദിയാലക്ഷ്മി, ഹിരൺ? മനസ്സിലായി സർ. ഓക്കെ. എല്ലാ ജെനീറ്റൊക്കെ ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ. ഇനി ഇതിനകത്ത് ആകെ പഠിക്കാനുള്ളത് ഒറ്റ കാര്യം കൂടെ ഉള്ളൂ, ബാലൻസിങ് ഓഫ് റെഡോക്സ് റിയാക്ഷൻ. 2 മെത്തേഡ് ഉണ്ട് പഠിക്കാൻ. ഞാൻ ഇപ്പോൾ ഒന്ന് ഓടിച്ചു വിട്ട് ലെഫ്റ്റ് ആകേണ്ട ആൾക്കാർക്ക്, തിരക്കുള്ള ആൾക്കാർക്ക് ലെഫ്റ്റ് ആവാം കേട്ടോ. മറ്റന്നാൾ എക്സാം ഉള്ളവർക്ക് വേണ്ടി ഞാനൊന്ന് പറയുകയാണ്. ഇരിക്കുന്നവർക്ക് ഇരുന്നു, ഒരു പ്രശ്നവുമില്ല. ഞാൻ ഒരു മെത്തേഡ് ഇന്ന് പഠിപ്പിച്ചു തരാം, ഒരു മെത്തേഡ് നാളെ പഠിപ്പിച്ചു തരാം. അപ്പം നമുക്ക് ഒരു 10 മാക്സിമം ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മതിയായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഒരു റെഡോക്സ് റിയാക്ഷനെ ബാലൻസ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള സാധനം സ്റ്റെപ്പായിട്ട് ഞാനിപ്പം ഗ്രൂപ്പിലോട്ട് ഇട്ടേക്കാം. ഞാൻ ആ സ്റ്റെപ്പൊന്നും ഇവിടെ വലിച്ചു നീട്ടി എഴുതുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ഞാൻ ആദ്യം നമുക്കറിയാം ബാലൻസിങ് ഓഫ് റെഡോക്സ് റിയാക്ഷൻ. ബാലൻസിങ് ഓഫ് റെഡോക്സ് റിയാക്ഷൻ നമുക്ക് 2 രീതിയിൽ ചെയ്യാം ഇല്ലേ. ബാലൻസിങ് ഓഫ് റെഡോക്സ് റിയാക്ഷൻ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. രണ്ടാമത്തേത് നമ്മുടെ ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. അപ്പോൾ അതിൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് പഠിക്കാം. യൂഷ്വലി ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ആയിരിക്കും ചോദിക്കുക പരീക്ഷയ്ക്ക്. മറ്റേതും പഠിപ്പിച്ചു തരാം, ഒരു പ്രശ്നമില്ല. സിമ്പിളായിട്ട് നമുക്ക് ആ കാര്യം കൈകാര്യം ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം ഒരു റിയാക്ഷൻ തരികയാണ്. MnO4- അത് അക്വ സ്റ്റേറ്റിലാണ്, പ്ലസ് Br- അതും അക്വ സ്റ്റേറ്റിലാണ്, പ്ലസ് H+ അതും അക്വ സ്റ്റേറ്റിലാണ്, ഗീവ്സ് Mn2+ പ്ലസ് Br2 പ്ലസ് H2O. ഇത് ലിക്വിഡ് സ്റ്റേറ്റ്, ഇതും ലിക്വിഡ് സ്റ്റേറ്റ്, ഇത് അക്വ സ്റ്റേറ്റ്. ഓക്കെ ആണല്ലോ? ഇത്ര ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് ബാലൻസ് ചെയ്തെടുക്കണം അല്ലേ. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യണമെന്നറിയാമോ? ഓരോ ആൾക്കാരുടെയും ചാർജ് ഇല്ലാത്ത അല്ലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയാത്ത ഓരോ ആൾക്കാരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കി, ഇതിനകത്ത് Mnൻ്റെയും ഓക്സിജൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നിട്ടില്ല, കണ്ടുപിടിക്കണം. ഇവിടെ Br- എന്നല്ലേ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, നോക്കട്ടെ. ഓക്കെ, ഇവിടെ Br- എന്ന് തന്നിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയാം. H+ എന്ന് തന്നിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയാം. Mn2+ എന്ന് പറയുമ്പോൾ 2+ ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ Br2 എലമെൻ്റൽ ഫോമിലാണ്, 0 ആണ് വാട്ടർ. ഇവിടെ ഇവൻ്റെയും ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റിന് വലിയ പ്രസക്തിയില്ല, കാരണം അവനും എന്തായാലും അവസാനം വരുമ്പോഴത്തേക്കും കട്ടായി പോകും, വീണ്ടും ആഡ് ആകും. അപ്പോൾ ഇവനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവരെ രണ്ടുപേരെ. അപ്പം ഈ H+ ആണ് എന്തുകൊണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ ഒരു ആസിഡ് മീഡിയത്തിലാണ് നടക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ആസിഡ് മീഡിയത്തിലും റിയാക്ഷൻ നടക്കാം, ബേസിക് മീഡിയത്തിലും റിയാക്ഷൻ നടക്കാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചോണം. അടുത്ത വർഷം ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നൊരു സംഭവം പഠിക്കാനുണ്ട് സെക്കൻഡ് ഇയറിൽ. അവിടെ ഈ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിനെ ബാലൻസ് ഒക്കെ ചെയ്യുന്നത്. കൃത്യമായിട്ട് ഓർത്ത് വെച്ചോണം. പഠിക്കാൻ ഇത്തിരി പാടായിരിക്കും, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ട്രിക്കൊക്കെ പറഞ്ഞു തരാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. മാംഗനീസിൻ്റെ ഇതിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ അറിയത്തില്ലെങ്കിൽ സൈഡിലോട്ട് MN എന്ന് അങ്ങോട്ട് എഴുതിയിട്ട് MnO4- എന്ന് എഴുതിയിട്ട് ഇതിന് X ഇടുക, ഇതിന് -2 എന്ന് ഇടുക. അപ്പം X പ്ലസ് 4 × -2 = അതിൻ്റെ ചാർജ് -1 ആണ്. അപ്പോൾ X - 6 = -1 എന്നും X = -1 ഒരു സെക്കൻഡ് 8 ആണല്ലോ ഇവിടെ, 4 × 2 8. അപ്പം X - 8 = -2, X = -1 + 8 എന്ന് വരുന്നു. അതായത് X = +7 എന്നാണ് ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ ആണല്ലോ. അടുത്തത് ബാക്കിയുള്ള എല്ലാവരുടെയും തന്നിട്ടുണ്ടല്ലോ. ഇവൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? -1. ഇവൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2. ഇവൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിനകത്ത് അവൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചു ആണല്ലോ. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ? ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആർക്കൊക്കെ എങ്ങനെയൊക്കെ കൂടി കുറഞ്ഞോ എന്നൊക്കെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരു ഇത് കൺസിഡർ ചെയ്യാം, നോക്കിക്കോളൂ. ഞാനിവിടെ MnO4-ഉം MnO4- Mn2, അതായത് Mnൻ്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ നടന്നപ്പോൾ എന്ത് സംഭവിച്ചു? അതായത് MnO4-നകത്തെ Mnൻ്റെ ഓക്സിഡേഷൻ നമ്പറിന് റിയാക്ഷൻ നടന്നു കഴിഞ്ഞ് Mn ആയപ്പോൾ എന്ത് സംഭവിച്ചു? Mn2+ ആയപ്പം എന്ത് സംഭവിച്ചു? ഒരു സെക്കൻഡ് നിങ്ങൾ. എടാ ഞാൻ കുറച്ച് കഴിഞ്ഞ് മെസ്സേജ് അയക്കാമേ, ഞാൻ ക്ലാസ്സിലാണേ. ഓക്കെ, നോക്കിക്കോളൂ. അപ്പം ഇവിടെ ഓക്കെ, അപ്പോൾ നോക്കിക്കോ, ഇവിടെ Mn ഇവിടെ 7 അല്ലേ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവിടെ വന്നപ്പോൾ എത്ര ആയി? 2+ ആയില്ലേ? അതായത് +7 +2 ആണെങ്കിൽ അവിടെ ഓക്സിഡേഷൻ നമ്പർ കുറയണോ കൂടണോ? കുറയണമല്ലോ. അപ്പോൾ ഇവിടെ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ബൈ എത്രയാണ്? 5. ക്ലിയർ ആണല്ലോ. ഇത് ഓർത്തോണം, ഓരോ സ്റ്റെപ്പായിട്ട് ഓർത്തോണം. അറിയത്തില്ലെങ്കിൽ അപ്പം തന്നെ എന്നെ ഇൻറ്ററപ്റ്റ് ചെയ്തിട്ട് ചോദിച്ചാൽ മതി. അടുത്ത BR എടുക്കുന്നു. BR ഇവിടോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ BRന് -1 ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ 0 ആയി. അപ്പം -1 0 ആണെങ്കിൽ അവിടെ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണല്ലോ. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ബൈ എത്രയാണ്? 1 കൂടി. അപ്പം ഇവിടെ 5 എണ്ണം കൂടി, ഇവിടെ 1 കൂടി. നമ്മൾ എപ്പോഴും ആലോചിച്ചോണം, നമ്മൾ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. കാരണം ഒരിടത്ത് ഓക്സിഡേഷൻ നമ്പർ 1 കൂടി, ഒരിടത്ത് 5 കൂടിയെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇവിടെ 5 × 1-ഉം ഇവിടെ 1 × 5-ഉം ചെയ്യണം. അതിനർത്ഥം Mn കിടക്കുന്നിടത്തെല്ലാം 1 കൊണ്ട് ഇൻറ്റു ചെയ്യണം, BR കിടക്കുന്നിടത്തെല്ലാം 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം എന്നർത്ഥം. അപ്പോൾ നോക്കിക്കോളൂ, നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ റിയാക്ഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ അതിൻ്റെ റിയാക്ഷൻ എഴുതാം. MnO4- ആയിരുന്നു, അത് ×1 ചെയ്തു. 1 × എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, 1 × എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് 1 എന്ന് ഇട്ടാലും മതി, എന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മനസ്സിലാകാൻ വേണ്ടി 1 എന്ന് ഇടുകയാണ്. 1 MnO2 MnO4- പ്ലസ് BRന് ഇവിടെ എത്ര എണ്ണമെന്നാണ് പറഞ്ഞത്? BRന് ഇവിടെ കണ്ടോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പം BRന് അവിടെ എന്തിട്ടു? BR- അവിടെ എന്തിട്ടു? 5BR- എന്ന് ഇട്ടു ആണല്ലോ. ഗീവ്സ്. ഇനി എന്താ? ഇവരെ രണ്ടുപേരെ അങ്ങ് മറന്നേരും. ഇവർ രണ്ടുപേരും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. അവരെ നമുക്ക് അവസാനം ഇട്ട് കൊടുക്കാം. തൽക്കാലം ഇപ്പം മറന്നേരും. അപ്പം ബാക്കി ആരുണ്ട്? Mn ഉണ്ട്. Mnനെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് പറഞ്ഞത്? Mനെ 1 കൊണ്ട് Mn കാണുന്നിടത്തല്ല ×1 ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം ×1 ചെയ്തപ്പം അവിടെ 1 ചെയ്താൽ പോരെ, 1 ഇട്ടു. BR കാണുന്നിടത്തല്ല എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? ×5 ചെയ്യണമെന്ന് പറഞ്ഞത് അല്ലേ? അപ്പം ഇവിടെ 5BR2 എന്ന് കൊടുക്കേണ്ടി വരും. ആണോ? അങ്ങനെ 5BR2 എന്ന് കൊടുത്താൽ പറ്റുമോ? ഇല്ല. കാരണം എന്താണെന്നറിയോ? ഇവിടെ എന്താണ്? ഒരു സെക്കൻഡേ. ഓക്കെ, നോക്കൂ. ഇവിടെ 5BR- ഉണ്ട്. അതായത് ഒരു BR- 5 ഇല്ലേ? അങ്ങനെയാണ്. ഇവിടെ 2 BR ഉണ്ട്, BR2 ആണ്. അപ്പോൾ ഇവിടെ 5 കൊടുക്കണോ? വേണ്ട, 5/2 കൊടുത്താൽ മതി. മനസ്സിലായോ? 5/2 കൊടുത്താൽ മതി. ക്ലിയർ ആണല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഇവിടെ BR എന്ന് പറയുന്നത് 5 ഉണ്ട്, പക്ഷേ ഇവിടെ BRന് 5 കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ?
ഇവിടെ BR2 ആണ് കിടക്കുന്നത്. അപ്പം BRന് 5 കൊടുത്തു കഴിഞ്ഞാൽ BR2 10 ആവും. അപ്പോൾ വീണ്ടും ഇവിടുത്തെ തമ്മിൽ വ്യത്യാസം വരും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, BR2നെ 5/2 കൊണ്ട് എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. കാരണം എന്തിനാ, അപ്പോൾ ഇവിടെ ബാലൻസ് ആവും. അതായത് ഒരു BR2ന് ഒരു BRന് 5/2 ആണെങ്കിൽ 2 BRന് എന്ത് വരും, 2 BRന് എന്ത് വരും, 5 വരും. കാരണം 5/2 + 5/2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് തന്നെ വരും, 5 തന്നെ. അതായത് ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു തരാം, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഒന്നുകൂടെ പറഞ്ഞു തരാം. നോക്കിക്കോളൂ, ഇവിടെ 5 BR മൈനസ് ഉണ്ട് എന്ന് വിചാരിച്ചോ. ഇവിടെയും 5 BR തന്നെ വരണം. ഇവിടെ ഇപ്പോൾ എത്ര BR, 2 BR2 എന്ന് പറഞ്ഞൊരു മോളിക്കൂളാണ്. അപ്പം ഇവിടെ 5 BR2 എന്ന് ഇടാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ 10 BR ആവത്തില്ലേ? അപ്പോൾ ഒരിക്കലും അങ്ങനെ ഇടാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 10 അവിടെ 5 ആവും. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു, 5/2 BR2 എന്ന് ഇട്ടു. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? BRന് 2.5ഉം 5/2 BRന്, അതായത് 5/2 എന്ന് പറയുമ്പോൾ 2.5 ആണല്ലോ. അടുത്ത BRനും 2.5ഉം കണ്ടോ. അപ്പോൾ 2.5 BR + 2.5 BR എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടത്തുള്ളൂ, 5 BRനെ കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയാണ് ഞാൻ 5 ഇട്ടത്. ഓക്കെ ആണ്, 5/2 ഇട്ടത്. ക്ലിയർ ആണല്ലോ? ഇതിനകത്ത് ഡൗട്ടൊന്നും ഇല്ലയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ എന്തിനാണെന്നറിയാമോ, നമ്മൾ ഓക്സിജനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്, 4 ഓക്സിജൻ ഉണ്ട്. അത്രയും തന്നെ വാട്ടർ മോളിക്യൂളിനെ നമ്മുടെ റൈറ്റ് സൈഡിൽ ഇട്ട് കൊടുക്കണം. അതായത് പ്ലസ് ഇവിടെ എത്ര ഉണ്ട്, 4 ഓക്സിജൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 4H2O ഇപ്പുറത്തിട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ 8 ഹൈഡ്രജൻ ആയില്ലേ, അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇപ്പുറത്ത് 8 H+ അയോൺസ് ഇട്ട് കൊടുക്കണം. ഇനി എന്ത് ചെയ്യണമെന്നറിയാമോ, ഇനിയും ഒന്നുമില്ല. ഇവിടെ ഈ 5/2 എന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ടേമിനും എന്ത് ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എല്ലാ ടേമിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ താഴെ കിടക്കുന്ന /2 പോകത്തുള്ളൂ. അപ്പം ഇവിടെ ഇൻറ്റു 2, 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 ഇവിടെ ഇൻറ്റു 2. അപ്പോൾ നോക്കിയേ, 16H+ പ്ലസ് 2MnO4 മൈനസ് പ്ലസ് 10 BR മൈനസ് gives 2Mn2 പ്ലസ് ഇത് രണ്ടും വെട്ടി പോകുമ്പോഴത്തേക്കും ബാക്കി തരും 5 BR2 പ്ലസ് 8H2 എന്ന് വരുന്നു. നിങ്ങളിതൊന്ന് ബാലൻസ് ചെയ്ത് നോക്കി. ഇവിടെ 16H ഉണ്ട്, ഇവിടെ 16H ഉണ്ട്. ഇവിടെ 8 ഓക്സിജൻ ഉണ്ട്, ഇവിടെയും 8 ഓക്സിജൻ ഉണ്ട്. ഇവിടെ 10 BR ഉണ്ട്, ഇവിടെയും 10 BR ഉണ്ട്. ഇവിടെ 2 Mn ഉണ്ട്, ഇവിടെയും 2 Mn ഉണ്ട്. ബാലൻസ്ഡ് ആയില്ലേ? ഇത് ഒരു പ്രാവശ്യം കൂടെ പറയേണ്ടവർ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ തവണയും കൂടെ പറഞ്ഞുതരാം. സർ, സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പിൽ ഓക്സിജനും ഹൈഡ്രജനും ബാലൻസ് ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ. അപ്പം ഓക്സിജനെയും ഹൈഡ്രജനെയും ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ അതിൻ്റെ ആ റിയാക്ഷൻ ഒന്നും എടുത്ത് എഴുതാം. MnO4 മൈനസ് പ്ലസ് 5 BR മൈനസ് ഗീവ്സ് Mn2 പ്ലസ് 5/2 BR2 എന്നാണ് നമ്മുടെ റിയാക്ഷൻ കിടന്നത് ഇല്ലേ? ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ടെന്ന് നോക്കുക. ആ ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അത്ര തന്നെ വാട്ടർ മോളിക്യൂൾ ഇപ്പുറത്ത്, കാരണം വാട്ടറിനകത്ത് ഓക്സിജൻ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഓക്സിജൻ മാത്രമായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി നമ്മൾ അത്രയും തന്നെ എന്ത് ചെയ്യുന്നു, വാട്ടർ മോളിക്യൂൾ ഇപ്പുറത്ത് ഇട്ട് കൊടുക്കുന്നു. അപ്പം എത്ര ഓക്സിജൻ ഉണ്ട്, 4. അപ്പം 4 വാട്ടർ മോളിക്യൂൾ ഇട്ട് കൊടുക്കുന്നു. അപ്പം 4 വാട്ടർ മോളിക്യൂൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഹൈഡ്രജൻ്റെ ഒരു വേരിയേഷൻ അവിടെ വന്നില്ലേ? കാരണം ഇവിടെ 8 ഹൈഡ്രജനായി. അതിനെ ബാലൻസ് ചെയ്യാൻ ഇപ്പുറത്ത് 8 H+ അയോൺസ് കൂടി ഇട്ട് കൊടുക്കും. ഒന്നുമില്ല, ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടറിനെ ഇട്ട് കൊടുക്കുന്നു. വാട്ടറിനെ ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ ഹൈഡ്രജൻ ഒരു പുതിയൊരു സാധനം വരും. ആ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇപ്പുറത്ത് എത്രയാണോ ഹൈഡ്രജൻ ഉള്ളത് അത്രയും H+ അയോൺസ് ഇട്ട് കൊടുക്കുന്നു. ക്ലിയർ ആണോ? അതെ സർ. ഓക്കെ. ഇനിയും ഇവിടെ നിന്ന് ഈ 2നെ ഇതാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെല്ലാം എന്ത് ചെയ്യണം, നോർമലി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട്, അല്ല, എല്ലാ ടീമിനെ ഈ 2നെ കളയാൻ വേണ്ടി എല്ലാ ടീമിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി ഇത് കിട്ടും. ഇതാണ് അതിൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ. ഞാൻ 2-3 എക്സാമ്പിൾ വേണമെങ്കിൽ PDF കൈ കിടപ്പുണ്ട്, അത് ഞാൻ എടുത്തിട്ട് തരാം. നിങ്ങളത് ചെയ്ത് നോക്കുക. ഇവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഈ ഇൻറ്റു ചെയ്യാൻ പറയുമ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ കണ്ണും പൂട്ടി ഇൻറ്റു ചെയ്യല്. കണ്ടോ, ഇവിടെ കണ്ടോ 5/2 എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ വന്നത് കണ്ടോ? അപ്പോൾ അത് നോക്കണം. ഇപ്പുറത്ത് നിങ്ങൾ ഇൻറ്റു ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പുറത്തുള്ള ആൾക്കാർ ബാലൻസ്ഡ് ആണോ നോക്കണം, എന്നിട്ടേ കൊടുക്കാവൂ. നമുക്ക് നോക്കട്ടെ, അടുത്ത നാളെ സമയമുണ്ടെങ്കിൽ നാളെ വേറെ ഒരു 2-3, അതായത് ഇപ്പോൾ റെഡോക്സിൻ്റെ മറ്റേ ഒരു ടൈപ്പ് കൂടെ ഉണ്ട്, ഹാഫ് റിയാക്ഷൻ. ഇന്ന് പഠിപ്പിക്കാൻ സമയം കിട്ടത്തില്ല. അപ്പം ഞാൻ നാളെ എടുത്തു തരാം.
പവിത്രയ്ക്ക് അതുപോലെ തന്നെ ഹിരണ്ണും ഒക്കെ ഇത് പഠിപ്പിച്ചായിരുന്നോ സ്കൂളിൽ? ഈ ഒരു ഇതാണോ സംശയം പറഞ്ഞ പവിത്ര? അതെ സർ, എക്സാമിന് ഏതെങ്കിലും ഒരു മെത്തേഡ് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. ആണ്. അപ്പോൾ ഈ മെത്തേഡ് പഠിക്കുന്നതായിരിക്കും നല്ലത്, മറ്റേത് കുറച്ചുകൂടെ പാടാം. പരീക്ഷയ്ക്ക് അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, ബൈ എനി ഓഫ് ദി മെത്തേഡ് എന്ന് പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. ഏതെങ്കിലും ഒരു ആർക്കാണെങ്കിലും CBSEക്ക് ആണെങ്കിലും ഏതെങ്കിലും ഒരു മെത്തേഡ് വഴി ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. അത് യൂഷ്വലി എല്ലാവരും ചെയ്യുന്നത് ഈ മെത്തേഡാണ്. ഈ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മറ്റേ മെത്തേഡ് പഠിപ്പിച്ച് തരാമെന്നുള്ളതേ ഉള്ളൂ. അത് ഇച്ചിരി പാടാണ്, അതിനേക്കാളും കുറച്ചുകൂടെ പാടാണ്. ഹാഫ് റിയാക്ഷനൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് പഠിപ്പിച്ച് തരാം, കാരണം അടുത്ത വർഷം ഇമ്പോർട്ടൻ്റാണ്. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതിനകത്ത് തുരുതുരാ ഹാഫിൻ്റെ കളികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പഠിപ്പിച്ച് തരാം. പക്ഷേ ഇത് യൂസ് ചെയ്ത് നല്ലതായിട്ട് പഠിച്ചാൽ മതി. ഇതിൻ്റെ കുറേ എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് PDF ആയിട്ട് ഗ്രൂപ്പിൽ ഇട്ട് തരാം. അപ്പോൾ അതൊന്ന് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഈ ചാപ്റ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുമേ ഉള്ളൂ. ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കണം. ഒറ്റ കാര്യങ്ങൾ പോലും ഇതിനകത്തൊന്നും സ്കിപ്പ് ചെയ്യാനില്ല. ഞാൻ കുറേ ഫിൽട്ടർ ചെയ്തിട്ടാണ് ഈ സാധനം നിങ്ങളെ ഇപ്പോൾ പഠിപ്പിച്ച് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ക്ലിയർ ആണോ?